നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അരച്ചിലക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ചോറിന് വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഈ ഒരു കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മൾ ചെറുപയറും മത്തങ്ങയൊക്കെ കറി വെക്കില്ലേ, അത് പുളിയില്ലാത്ത കറിയല്ലേ, ആ ഒരു സമയത്ത് ഇതുപോലൊരു അരച്ചിലക്കിയും കൂടി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നല്ലതായിരിക്കും. പണ്ടുള്ളവരൊക്കെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് ഈ ഒരു അരച്ചിലക്കി. അപ്പൊ അരച്ചിലക്കി എന്താണെന്ന് അറിയാത്തവർക്കും അരച്ചിലക്കിനെ കുറിച്ച് മറന്നിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇന്ന് നമുക്ക് പച്ചനെല്ലിക്ക വെച്ചിട്ടും പച്ചമാങ്ങ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇനി അതല്ല പച്ചനെല്ലിക്കയും പച്ചമാങ്ങ അല്ലെങ്കിൽ ഉപ്പിലിട്ട നെല്ലിക്ക, അതല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ടുണ്ടാക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് പച്ചനെല്ലിക്ക വെച്ചിട്ടുള്ള അരച്ചിലക്കിയാണ്. ഈ ഒരു അരച്ചിലക്കി നമുക്ക് മോര് ചേർത്തിട്ട് കൂടുതൽ ചാറോട് കൂടിയിട്ട് ഒന്നാം കറിയായിട്ട് ഉപയോഗിക്കാം, ഒഴിച്ചുകറിയായിട്ട്. ഇനി അതല്ല തൈര് ചേർത്തിട്ട് കുറുക്കി അരച്ചെടുക്കുകയാണെങ്കിൽ രണ്ടാം കറിയായിട്ട് ഉപയോഗിക്കാം, സൈഡ് ഡിഷായിട്ട്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പച്ചനെല്ലിക്ക വെച്ചിട്ട് നല്ലൊരു അരച്ചിലക്കി തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചനെല്ലിക്ക എടുത്തിട്ടുണ്ട്, 3 എടുക്കുകയാണ്. ഈ ഒരു നെല്ലിക്ക വേണമെങ്കിൽ കനലിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. പക്ഷെ കൂടുതൽ ഹെൽത്ത് ഇതേപോലെ പച്ചനെല്ലിക്ക അതുപോലെ തന്നെ എടുക്കുമ്പോഴായിരിക്കും. ഈ പച്ചനെല്ലിക്കയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പിലിട്ട നെല്ലിക്ക എടുക്കാം. അതാണെങ്കിൽ 3 എടുത്താൽ മതി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുത്തിരിക്കുന്ന നെല്ലിക്ക ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പച്ചനെല്ലിക്ക ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നത്. ഇനി അതല്ല ഉപ്പിലിട്ട നെല്ലിക്കയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കാരണം നെല്ലിക്കയ്ക്ക് ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ചമ്മന്തി അരച്ച് കലക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി. നെല്ലിക്കയെല്ലാം നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇറക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 കൈപ്പിടി തേങ്ങ ഇറക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള അരച്ചിലക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി അതല്ല കുറുകിയ അരച്ചിലക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് പിന്നെ ചേർക്കാനുള്ള തൈര് ഉണ്ടല്ലോ, ആ ഒരു തൈര് ഈ ഒരു സമയത്ത് തന്നെ തേങ്ങയിലേക്ക് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. നെല്ലിക്കയും തേങ്ങയും കൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ജാറിലേക്ക് തൈര് ചേർത്തിട്ട് അരക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇനി അതല്ല അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് തൈര് ചേർത്തിട്ടൊന്ന് കലക്കിയെടുത്താലും മതി. ഇപ്പൊ അരച്ചിലക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലൂസിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. കറിക്ക് എത്രയും ലൂസ് വേണോ അത്രയും വെള്ളമോ അതല്ലെങ്കിൽ മോരോ ചേർത്തിട്ട് കറി ലൂസാക്കി എടുക്കാം, അരച്ചെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാം, പാകം അല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണേ. നമ്മൾ ചേർക്കുന്ന മോരിന്റെ പുളിയും അതുപോലെ തന്നെ നെല്ലിക്കന്റെ ചവർപ്പൊക്കെ അനുസരിച്ച് ചേർക്കുന്ന ഉപ്പിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണേ. നമ്മൾ നെല്ലിക്കയും പച്ചമുളകൊക്കെ അരച്ചില്ലേ, അതിന്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ അരച്ചിലക്കൊക്കെ ഒരു എടുപ്പ് കിട്ടണമെങ്കിൽ ഇഞ്ചി ചേർക്കാതെ അരയ്ക്കുന്നതാണ് നല്ലത്. പക്ഷെ വയറിനൊക്കെ നല്ലതായിരിക്കും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ അരച്ചിലക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തും കൂടി ഇടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നുള്ളു ഉലുവയാണ്. ഉലുവ ഒന്ന് മൂത്ത് പൊട്ടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മുളക് കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിയെടുക്കാം. മുളകൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് അരച്ചു വെച്ചിരിക്കുന്ന അരച്ചിലക്കിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഉലുവയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുമേ. അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടിക്കോളൂ.
അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.